നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. മൂന്നാറിൽ നടന്ന ജില്ലാ ക്ഷീര കർഷക സംഗമത്തിന്റെ ഭാഗമായുള്ള പൊതുസമ്മേളനം മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്തു. പശുക്കളെ വാങ്ങുന്നതിന് കർഷകർക്ക് പലിശയില്ലാതെ ലോൺ ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ സർക്കാർ സ്വീകരിച്ചു വരികയാണെന്ന് മന്ത്രി. ഓണക്കാലത്ത് മദ്യ മയക്കുമരുന്ന് കുറ്റകൃത്യങ്ങൾ തടയാൻ എക്സൈസ് വകുപ്പിന്റെ സ്പെഷ്യൽ ഡ്രൈവ് ബുധനാഴ്ച മുതൽ. സ്പെഷ്യൽ ഡ്രൈവുമായി ബന്ധപ്പെട്ട് എക്സൈസ് ഡിവിഷൻ ഓഫീസിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമും സജ്ജം. വനംവകുപ്പിന്റെ അനുമതിയില്ലാതെ വൈദ്യുതി വകുപ്പ് ഉദ്യോഗസ്ഥർ സർവേക്കെത്തിയതോടെ ജനപ്രതിനിധിയും സമരസമിതി അംഗങ്ങളും ഉദ്യോഗസ്ഥരും തമ്മിൽ വാക്കുതർക്കം. ഉദ്യോഗസ്ഥർ അയ്യപ്പൻകോവിൽ തൂക്കുപാലത്തിന് സമീപം സർവേക്കെത്തിയത് കട്ടപ്പന പീരുമേട് 110 kV ലൈൻ വലിക്കുന്നതുമായി ബന്ധപ്പെട്ട. വനംവകുപ്പിന്റെ അനുമതി വാങ്ങാതെ സംഘം എത്തിയത് ജനങ്ങളെ കബളിപ്പിക്കാനാണെന്നും ആരോപണം. കാഴ്ചയുടെ വിരുന്നൊരുക്കി കട്ടപ്പന കല്യാണത്തണ്ടിൽ മേട്ടുക്കുറിഞ്ഞു പൂത്തതോടെ ഇവിടേക്കുള്ള സഞ്ചാരികളുടെ തിരക്കും വർദ്ധിച്ചു. എന്നാൽ പൂക്കൾ വ്യാപകമായി നശിപ്പിക്കുന്നതായി പരാതി. കൂടാതെ ചില റിസോർട്ട് ഉടമകൾ അനധികൃതമായി പണം ഈടാക്കി കുറിഞ്ഞിച്ചെടികൾ കാണാൻ അവസരം സൃഷ്ടിക്കുന്നതായും ആരോപണം. വിശദമായ വാർത്തകളിലേക്ക്. സർക്കാർ ക്ഷീര കർഷകർക്കൊപ്പമുണ്ടെന്ന് ക്ഷീരവികസന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി. മൂന്നാറിൽ ജില്ലാ ക്ഷീര കർഷക സംഗമത്തിന്റെ ഭാഗമായുള്ള പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. പശുക്കളെ വാങ്ങുന്നതിന് കർഷകർക്ക് പലിശയില്ലാതെ ലോൺ ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ സർക്കാർ സ്വീകരിച്ചു വരികയാണെന്നും മന്ത്രി പറഞ്ഞു. ക്ഷീരവികസന വകുപ്പിന്റെയും ജില്ലയിലെ ക്ഷീര സഹകരണ സംഘങ്ങളുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ മൂന്നാർ ലക്ഷ്മി ക്ഷീരസംഘത്തിന്റെ ആതിഥേയത്വത്തിൽ ത്രിതല പഞ്ചായത്തുകൾ, മിൽമ, മൃഗസംരക്ഷണ വകുപ്പ്, കേരള ഫീഡ്സ്, ക്ഷീര സഹകരണ സംഘങ്ങൾ, ജില്ലയിലെ മറ്റ് സഹകരണ സ്ഥാപനങ്ങൾ, ക്ഷീര കർഷകർ എന്നിവരുടെ സഹകരണത്തോടെയാണ് മൂന്നാറിൽ 2 ദിവസത്തെ ക്ഷീര കർഷക സംഗമം സംഘടിപ്പിച്ചത്. സംഗമത്തോടനുബന്ധിച്ച് ഡയറി എക്സിബിഷൻ, ക്ഷീരസംഘം പ്രതിനിധികൾക്കുള്ള ശില്പശാല, ക്ഷീര കർഷകരെ ആദരിക്കൽ തുടങ്ങിയ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി സംഗമത്തിന്റെ ഭാഗമായുള്ള പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ക്ഷീരമേഖലയെ സഹായിക്കുവാൻ വിവിധ പദ്ധതികളുമായി സർക്കാർ മുമ്പോട്ട് പോകുകയാണെന്ന് മന്ത്രി പറഞ്ഞു. ആ ബില്ലിൽ പ്രത്യേകിച്ചും കാലിത്തീറ്റ, കോഴിത്തീറ്റ, ധാതുലവണം മിശ്രിതം, ഏറ്റവും നല്ല മിശ്രിതങ്ങൾ അല്ലെങ്കിൽ തീറ്റകൾ കേരളത്തിലേക്ക് കൊണ്ടുവരണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, കേരളത്തിൽ കേരള ഫീഡ്സും മിൽമയുമാണ് നമുക്ക് ആവശ്യമുള്ള തീറ്റ. പ്രത്യേകിച്ചും കേരളത്തിൻ്റെ ആവശ്യത്തിൻ്റെ 50% മാത്രമേ അവർക്ക് തീറ്റ ഉൽപ്പാദിപ്പിക്കുവാൻ പറ്റൂ. ബാക്കി 50% കേരളത്തിന് പുറത്തുനിന്ന് വരുന്ന തീറ്റകളാണ് എന്നുള്ളതാണ്. അത്തരത്തിലുള്ള തീറ്റകൾ കഴിച്ച ഒരുപാട് പശുക്കൾ കേരളത്തിൽ മരണപ്പെട്ടിട്ടുണ്ട്. ഗവൺമെൻറ്റിന് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, വകുപ്പിനൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പോഴാണ് ഞങ്ങളൊരു പുതിയ ബില്ല് കേരളത്തിൻ്റെ നിയമസഭയിൽ ഞങ്ങൾ കൊണ്ടുവന്നു. അപ്പോൾ ഈ തീറ്റ കഴിച്ച്, ഇങ്ങനെ പുറത്തുനിന്ന് വരുന്ന തീറ്റ കഴിച്ച് ഏതെങ്കിലും പശുക്കൾ മരണപ്പെട്ടാൽ പകരം പശുക്കളെ മേടിച്ചു കൊടുക്കും. ചിലപ്പം ഇത്ര രൂപ അടയ്ക്കണമെന്നുള്ളതായിരിക്കും. ചിലപ്പോൾ ഗുരുതരമായ പ്രശ്നമാണെന്നുണ്ടെങ്കിൽ ജയിൽ ശിക്ഷ ഉൾപ്പെടെ കൊടുക്കത്തക്ക നിലയിലുള്ള ഇതാണ് ഞങ്ങൾ നിയമമാണ് കേരളത്തിൽ ഇപ്പോൾ കൊണ്ടുവന്നത്. ഗവർണർ ഒപ്പിട്ട് കഴിഞ്ഞു. ഇനി അതിൻ്റെ കരടും കൂടെ ഇറങ്ങിക്കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ഈ നിയമം പ്രാവർത്തികമാകും. ദേവികുളം MLA അഡ്വക്കേറ്റ് A. രാജ സമ്മേളനത്തിൽ അധ്യക്ഷനായിരുന്നു. MLA-മാരായ MM മണി, വാഴൂർ സോമൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KT ബിനു, മിൽമ പ്രതിനിധികൾ, ലക്ഷ്മി ക്ഷീരസംഘം പ്രസിഡന്റ് I. ഗുരുസ്വാമി, ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ, ഉദ്യോഗസ്ഥ പ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ക്ഷീരസംഘം ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഓണക്കാലത്ത് മദ്യ മയക്കുമരുന്ന് കുറ്റകൃത്യങ്ങൾ തടയാൻ എക്സൈസ് വകുപ്പിന്റെ സ്പെഷ്യൽ ഡ്രൈവ് ബുധനാഴ്ച മുതൽ ആരംഭിക്കും. സ്പെഷ്യൽ ഡ്രൈവുമായി ബന്ധപ്പെട്ട് എക്സൈസ് ഡിവിഷൻ ഓഫീസിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം ഒരുക്കിയിട്ടുണ്ട്. ഓണക്കാലത്ത് മദ്യ മയക്കുമരുന്ന് കുറ്റകൃത്യങ്ങൾ തടയുന്നതിനും ജില്ലയിലെ എൻഫോഴ്സ്മെന്റിന്റെ പ്രവർത്തനം ശക്തിപ്പെടുത്തുന്നതിനുമായിട്ടാണ് എക്സൈസ് വകുപ്പ് സ്പെഷ്യൽ ഡ്രൈവ് നടത്തുന്നത്. ഇതിന്റെ ഭാഗമായി ഇടുക്കി എക്സൈസ് ഡിവിഷൻ ഓഫീസിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം ആരംഭിക്കും. ഓഗസ്റ്റ് 14 രാവിലെ 6 മണി മുതൽ സെപ്റ്റംബർ 20 രാത്രി 12 മണി വരെയായിരിക്കും കൺട്രോൾ റൂം പ്രവർത്തിക്കുക. വ്യാജമദ്യം, മയക്കുമരുന്ന് എന്നിവ സംബന്ധിച്ച് ലഭിക്കുന്ന വിവരങ്ങൾ തൊടുപുഴയിൽ പ്രവർത്തിക്കുന്ന ഡിവിഷണൽ കൺട്രോൾ റൂമിൽ അറിയിക്കാം. ലഭിക്കുന്ന വിവരങ്ങളിൽ അടിയന്തര നടപടി സ്വീകരിക്കുന്നതിന് സർക്കിൾ തലത്തിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന സ്ട്രൈക്കിംഗ് ഫോഴ്സ് ടീമിനെ നിയമിച്ചതായി ഇടുക്കി ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ അറിയിച്ചു.
വനം വകുപ്പിന്റെ അനുമതിയില്ലാതെ വൈദ്യുതി വകുപ്പ് ഉദ്യോഗസ്ഥർ സർവേക്ക് എത്തിയതോടെ ജനപ്രതിനിധിയും സമരസമിതി അംഗങ്ങളും ഉദ്യോഗസ്ഥരും തമ്മിൽ വാക്കുതർക്കം. കട്ടപ്പന പീരുമേട് 110 kV ലൈൻ വലിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഉദ്യോഗസ്ഥർ അയ്യപ്പൻകോവിൽ തൂക്കുപാലത്തിന് സമീപം സർവേക്ക് എത്തിയത്. വനംവകുപ്പിന്റെ അനുമതി വാങ്ങാതെ സംഘം എത്തിയത് ജനങ്ങളെ കബളിപ്പിക്കാനാണെന്ന് സമരസമിതിയും ജനപ്രതിനിധികളും ആരോപിച്ചു. പീരുമേട് കട്ടപ്പന 110 kV ലൈൻ ഡബിൾ സർക്യൂട്ട് പദ്ധതി പ്രാരംഭ സർവേ പ്രകാരം തുടരുവാൻ അനുമതി നൽകിയ ജില്ലാ കളക്ടറുടെ ഉത്തരവിനെതിരെ പ്രതിഷേധം ഉയർന്നിരുന്നു. നിവേദനവുമായി മന്ത്രിയെ കണ്ട് ചർച്ചയും നടത്തി. ഇത് പ്രകാരം വനത്തിന് സമീപത്തുകൂടി ലൈൻ വലിക്കാൻ തീരുമാനമെടുക്കുകയും ഈ മാസം 15-ന് മുമ്പ് സർവേ നടത്താനും തീരുമാനിച്ചിരുന്നു. ഇത് പ്രകാരമാണ് വൈദ്യുതി വകുപ്പിലെ സർവേ ടീം അയ്യപ്പൻകോവിൽ തൂക്കുപാലത്തെത്തിയത്. എന്നാൽ സർവേ നടത്താൻ വനംവകുപ്പിന്റെ അനുമതി വാങ്ങിയില്ല. ഉദ്യോഗസ്ഥരുടെ സംസാരത്തിൽ ഉണ്ടായ വീഴ്ച വാക്കുതർക്കത്തിൽ എത്തുകയായിരുന്നു. പതിനേഴാം തീയതി കളക്ടറേറ്റിൽ നടക്കുന്ന യോഗത്തിൽ ഇക്കാര്യം ചർച്ച ചെയ്ത് അനുമതി വാങ്ങി സർവേ നടത്താമെന്ന തീരുമാനത്തിൽ സർവേ സംഘം മടങ്ങിയതായി കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് പറഞ്ഞു. കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിലൂടെ കടന്നു പോകുന്ന 110 kV ഹൈടെൻഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോട്ടയം AXCA-യുടെ നേതൃത്വത്തിൽ സർവേ സംഘമാണ് ഇന്നിവിടെ എത്തിച്ചേർന്നത്. പക്ഷേ നമ്മുടെ തൂക്കുപാലം മുതൽ മുരിക്കാട്ടുകുടി വരെ പൂർണ്ണമായും ഫോറസ്റ്റിൽ കൂടെയാണ് ഈ ലൈൻ കടന്നു പോകേണ്ടത്. പക്ഷേ ഫോറസ്റ്റിൻ്റെ അനുമതി ഇല്ലാതെയാണ്, അല്ലെങ്കിൽ അനുമതി അവർക്ക് വാക്കാലെ കിട്ടിയിട്ടുള്ളൂ, പേപ്പറായിട്ട് കിട്ടിയിട്ടില്ലാത്തതുകൊണ്ട് ഫോറസ്റ്റിൽ കടക്കുന്നതിനുള്ള അനുമതി അവർക്ക് ഇല്ലാത്തതുകൊണ്ട് സർവേ സംഘം തിരിച്ചു പോവുകയാണ്. 17-ാം തീയതി കളക്ടറേറ്റിൽ നടക്കുന്ന ഒരു മീറ്റിംഗ് കോട്ടയം DFOയും ഫോറസ്റ്റും അതുപോലെ KCB-യുടെ അധികൃതരും കൂടെ ചേർന്ന് നടക്കുന്നുണ്ട്. അതിനുശേഷം വീണ്ടും സർവേ പുനരാരംഭിക്കുന്നതിന് വേണ്ടിയാണ് ഇന്നിപ്പോഴിവിടെ ഉള്ള ആളുകളും KCB-യുടെ ഉദ്യോഗസ്ഥരും എല്ലാം കൂടെ തീരുമാനിച്ചിരിക്കുന്നത്. കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിലെ 6ഓളം വാർഡുകളിലെ ജനവാസ മേഖലയിലൂടെയാണ് 7 കിലോമീറ്റർ ദൂരത്തിൽ ഹൈടെൻഷൻ വൈദ്യുതി ലൈൻ കൊണ്ടുപോകുവാൻ പദ്ധതിയിട്ടിരിക്കുന്നത്. ജനങ്ങളുടെ എതിർപ്പിനെ തുടർന്നാണ് പുതിയ സർവേ നടത്തി പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിച്ചത്. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ AN സുമോദ്, അസിസ്റ്റന്റ് എഞ്ചിനീയർമാരായ സെബാസ്റ്റ്യൻ തോമസ്, വിനീഷ് M നായർ, ജെയ്സൺ ചാക്കോ എന്നിവരടങ്ങുന്ന സംഘമാണ് സർവേ നടത്താനെത്തിയത്. വണ്ടിപ്പെരിയാർ നെല്ലിമല എസ്റ്റേറ്റ് കേന്ദ്രീകരിച്ച് നടന്ന ചന്ദന മോഷണ കേസിൽ 2 പ്രതികളെ കുമളി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്തു. വണ്ടിപ്പെരിയാർ പശുമല സ്വദേശികളായ ജോമോൻ, മണികണ്ഠൻ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. ഇവർ തേയിലക്കാട്ടിൽ ഒളിപ്പിച്ചിരുന്ന 7 കിലോ ചന്ദനമര കഷ്ണങ്ങളും കണ്ടെത്തി. വണ്ടിപ്പെരിയാർ നെല്ലിമല എസ്റ്റേറ്റും ചുരക്കുളം ആശുപത്രിയും കേന്ദ്രീകരിച്ച് കഴിഞ്ഞ 2 മാസ കാലയളവിൽ 20ഓളം ചന്ദനമരങ്ങളാണ് മോഷണം പോയത്. വനംവകുപ്പ് സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തിവരികയായിരുന്നു. ഇതിനിടയിൽ ഡോഗ് സ്ക്വാഡ് ഉൾപ്പെടെയുള്ള സന്നാഹങ്ങൾ ഉപയോഗിച്ച് നടത്തിയ തിരച്ചിലിൽ വണ്ടിപ്പെരിയാർ നെല്ലിമല എസ്റ്റേറ്റ് 5-ാം നമ്പർ ഫീൽഡിൽ നിന്നും ചന്ദനമര കഷ്ണങ്ങൾ കണ്ടെടുത്തു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ പ്രതികളായ വണ്ടിപ്പെരിയാർ പശുമല 2ാം ഡിവിഷൻ സ്വദേശി ജോമോൻ, മണികണ്ഠൻ എന്നിവരെ പിടികൂടുകയായിരുന്നു. ഇവർ തേയിലക്കാട്ടിൽ ഒളിപ്പിച്ച ചന്ദനമര കഷ്ണങ്ങൾ 7 കിലോയോളം തൂക്കം വരും. സംഭവത്തിൽ കൂടുതൽ പ്രതികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നും മറ്റു ചന്ദനമര കഷ്ണങ്ങൾ എവിടെയാണെന്നതിനെക്കുറിച്ചുമുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കുമളി റേഞ്ച് ഓഫീസർമാരായ അനിൽകുമാർ, ജോജി M ജോൺ, ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ PK റിജിമോൻ, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ ശേഖർ ദിനേശ്, അനിരുദ്ധൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത്. കൂടുതൽ അന്വേഷണത്തിന് ശേഷം പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും. കട്ടപ്പനയിൽ വ്യാജ ലോട്ടറി ടിക്കറ്റുകൾ ഉപയോഗിച്ച് പണം തട്ടൽ. നറുക്കെടുപ്പിൽ 5000 രൂപ ലഭിച്ച കാരുണ്യ പ്ലസ് ലോട്ടറിയുടെ ഫോട്ടോ കോപ്പി തയ്യാറാക്കിയാണ് ഏജൻസികളിൽ നിന്നടക്കം 3 അംഗ സംഘം തട്ടിപ്പ് നടത്തിയത്. ഏജൻസികളുടെ പരാതിയിൽ പോലീസ് 2 പേരെ അറസ്റ്റ് ചെയ്തു. വ്യാഴാഴ്ച നറുക്കെടുത്ത കാരുണ്യ പ്ലസ് ലോട്ടറിയുടെ ഫോട്ടോ കോപ്പി ഉപയോഗിച്ചാണ് തട്ടിപ്പ് നടത്തിയത്. നറുക്കെടുപ്പിൽ 5000 രൂപ പ്രൈസ് അടിച്ച ലോട്ടറിയുടെ വിവിധ സീരീസുകളിൽ ഫോട്ടോ കോപ്പി സൃഷ്ടിച്ച ശേഷം വിവിധയിടങ്ങളിലെ ഏജൻസിയിലെത്തി ലോട്ടറി അടിച്ചെന്ന് തെറ്റിദ്ധാരണ പരത്തി പണം കൈപ്പറ്റുകയായിരുന്നുവെന്ന് വ്യാപാരികൾ പറയുന്നു. അശോക എന്ന നമ്മുടെ ഏജൻസിയുടെ വ്യാജ സീലുണ്ടാക്കി 5000-ന്റെ പ്രൈസ് മഹാദേവ് എന്ന് പറയുന്ന ഏജൻസിയിൽ ഒന്നൊന്ന് മാറുകയും അതുപോലെ CS രാജേഷിൻ്റെ കടയിൽ ഒരു 5000-ന്റെ പ്രൈസ് മാറുകയും ചെയ്തിരുന്നു. അതറിഞ്ഞ് ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്തതിൻ്റെ ഭാഗമായി തന്നെ ഞങ്ങൾ കട്ടപ്പന സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഇവിടുന്ന് മഹാദേവ ഏജൻസിയിൽ രമണൻ ചേട്ടനും പിന്നെ അതുപോലെ തന്നെ
CS രാജേഷും ഞാനും സാബ് എന്ന് പറയുന്ന ഇവിടെ തൊട്ടടുത്ത ലോട്ടറി ഏജൻസികളുടെ ആളുകളും കൂടി ഞങ്ങളത് പോയി പരാതി കൊടുക്കുകയും അതിൻ്റെ ഭാഗമായി നെടുങ്കണ്ടം സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് അവിടെയും പരാതി കൊടുത്തതിൻ്റെ ഭാഗമായി ഇന്ന് ഏതായാലും പ്രതിയെ പിടിച്ചിട്ടുണ്ട്. പാലഗ്രാം സ്വദേശിയാണ് ഈ സുബിൻ എന്ന് പറയുന്ന ആൾ. 4851 എന്ന നമ്പറിൽ അവസാനിക്കുന്ന കാരുണ്യ പ്ലസ് ലോട്ടറിയുടെ വിവിധ സീരീസുകളാണ് തട്ടിപ്പ് സംഘം നിർമ്മിച്ചത്. അതോടൊപ്പം കട്ടപ്പനയിലെ ഒരു ഏജൻസിയുടെ സീലും നിർമ്മിച്ചെടുത്തായിരുന്നു തട്ടിപ്പ്. ഇത്തരത്തിൽ നിർമ്മിച്ചെടുത്ത കള്ള ടിക്കറ്റുകൾ ഏജൻസികൾക്ക് പുറമെ ചെറുകിട വിൽപ്പനക്കാരുടെ അടുത്തും മാറിയിട്ടുണ്ടെന്നാണ് നിഗമനം. നിലവിൽ കട്ടപ്പനയിലെ 2 ഏജൻസികളിലും നെടുങ്കണ്ടത്ത് ഒരു ഏജൻസിയിലും തൂക്കുപാലത്ത് 2 ഏജൻസികളിലുമാണ് തട്ടിപ്പ് സംഘമെത്തി പണം തട്ടിയതെന്ന് വ്യാപാരികൾ പറയുന്നു. ഇത് സാധാരണക്കാരായ നടന്ന് കച്ചവടക്കാരെ പോലും ഇവർ കൊണ്ട് ഈ 5000 കൊടുക്കുന്നു. അവർ പറയുകയാണ് ഞങ്ങളുടെ ഇത്രയും പൈസ എടുക്കാൻ ഇപ്പം ഇല്ല. ഉടനെ ഇവർ തിരിച്ചു കഴിഞ്ഞാൽ എത്രയുണ്ട്, അതിൻ്റെ ഒരു 4000 ഉള്ളൂ, 4000 ഇങ്ങതാ, ബാക്കി ടിക്കറ്റ് തന്നേക്കെന്ന് പറയും. പെട്ടെന്ന് ഈ പാവപ്പെട്ട കച്ചവടക്കാരൻ ഇത്ര ഒരു കച്ചവടം നടക്കണമല്ല എന്ന് ഓർത്ത് എങ്ങനെയെങ്കിലും തപ്പിപ്പറിക്ക് 4000 കൊടുത്തിട്ട് ബാക്കി ടിക്കറ്റും കൂടി കൊടുത്ത് ഇവർ അതുമായിട്ട് സ്ഥലം വിടുന്നു. അയാളത് ലോട്ടറി ഓഫീസിൽ ചെല്ലുമ്പോഴാണ് ഇത് ഒറിജിനൽ ലോട്ടറി അടിച്ചതല്ലായിരുന്നു, അടിച്ചതുമെന്നുള്ള കോപ്പി എടുത്ത ടിക്കറ്റാണെന്ന് അറിയുന്നത്. അത്ര വിദഗ്ധമായിട്ടാണ് ഇവർ ഈ കോപ്പി എടുക്കുന്നത്. ആർക്കും മനസ്സിലാകത്തില്ല. സർക്കാർ ഓഫീസിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ പോലും പെട്ടെന്ന് മനസ്സിലാകാത്ത രീതിയിലാണ് കാര്യങ്ങൾ ഇവർ നീക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഈ ക്രിമിനലുകൾ പിടിക്കപ്പെട്ട സ്ഥിതിക്ക് ഇവർക്കെതിരെ നല്ലപോലൊരു നടപടി സ്വീകരിച്ച് ഇതൊരു മാതൃകയാക്കി ഇനിയെങ്കിലും ഇതുപോലെയുള്ള പ്രവർത്തനങ്ങളുമായിട്ട് ക്രിമിനലുകൾ വെളിവരാത്ത രീതിയിൽ കാര്യങ്ങൾ നീക്കിക്കൊണ്ടു പോകണമെന്നാണ് ഈ അവസരത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്. സംഭവത്തിൽ വിവിധ മേഖലകളിലെ ഏജൻസികൾ പോലീസിൽ പരാതി നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിൽ 2 പേരെ നെടുങ്കണ്ടം പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇതിൽ ബാലഗ്രാം സ്വദേശി പറങ്കിത്തറ സുബിനെ ഏജൻസി ജീവനക്കാർ തിരിച്ചറിഞ്ഞു. ചുവന്ന സ്വിഫ്റ്റ് കാറിലെത്തിയ മൂവർ സംഘത്തിൽ ഒരാളെ കൂടി പിടികൂടാനുണ്ട്. ഇയാൾക്കുള്ള അന്വേഷണം ഊർജിതമാക്കിയതായും പോലീസ് പറഞ്ഞു. സീറോ മലബാർ യൂത്ത് മൂവ്മെന്റ് കട്ടപ്പന ഫെറോനയുടെ ആഭിമുഖ്യത്തിൽ മുല്ലപ്പെരിയാർ വിഷയത്തിൽ 12 മണിക്കൂർ ഉപവാസം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മുല്ലപ്പെരിയാർ ഡാമുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് സുരക്ഷ ഉറപ്പുവരുത്തുക, ഡാം ഡീകമ്മീഷൻ ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. ഓഗസ്റ്റ് 15-ാം തീയതി വ്യാഴാഴ്ച രാവിലെ 8 മുതൽ രാത്രി 8 വരെ പഴയ ബസ് സ്റ്റാൻഡിനോട് ചേർന്നുള്ള മുനിസിപ്പൽ മിനി സ്റ്റേഡിയത്തിലാണ് ഉപവാസം നടക്കുന്നത്. കട്ടപ്പന ഫെറോനയിലെ വിവിധ ഇടവകളിൽ നിന്നായി 300ഓളം യുവജനങ്ങൾ പങ്കെടുക്കും. ഗാന്ധി സ്ക്വയറിൽ പുഷ്പാർച്ചനയോടുകൂടി സമരം ആരംഭിക്കും. സമരത്തിന് പിന്തുണ അറിയിച്ചുകൊണ്ട് മന്ത്രി റോഷി അഗസ്റ്റിൻ, ഡീൻ കുര്യാക്കോസ് MP, M മണി MLA, വിവിധ മത സാമുദായിക രാഷ്ട്രീയ നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുക്കും. വൈകിട്ട് 5-ന് നടക്കുന്ന സമാപന സമ്മേളനം മുൻ MLA PC ജോർജ് ഉദ്ഘാടനം ചെയ്യും. ഇടുക്കി രൂപത വികാരി ജനറൽ ഫാദർ ജോസ് പ്ലാച്ചിക്കൽ, മുല്ലപ്പെരിയാർ സമരസമിതി ചെയർമാൻ ഷാജി P ജോസഫ്, വിവിധ മത സാമുദായിക രാഷ്ട്രീയ നേതാക്കൾ എന്നിവർ സംസാരിക്കും. ഈ ദുർബലാവസ്ഥയിലുള്ള ഡാം കേരളത്തിന് വരുത്തി വെക്കാൻ പോകുന്നത് വലിയ നാശനഷ്ടങ്ങളാണ്. നമുക്ക് ഏകദേശം 35 ലക്ഷത്തോളം ആളുകളെ ബാധിക്കുന്ന, അവരുടെ ജീവനെ ബാധിക്കുന്ന പ്രശ്നമാണിത്. അതുകൊണ്ട് തന്നെ നാളുകളായിട്ടിത് കോടതിയുടെ കേസും ഒക്കെ ആയിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇത് ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഒരു ആവശ്യമായിട്ട് ഉയർന്നു വന്നിട്ട് കുറേ നാളുകളായി. പല മുല്ലപ്പെരിയാർ സമരങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഞങ്ങൾ ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ ആഗസ്റ്റ് 15 വ്യാഴാഴ്ച കട്ടപ്പന ഫൊറോന SMIM-ന്റെ ആഭിമുഖ്യത്തിൽ, സീറോ മലബാർ യൂത്ത് മൂവ്മെന്റ് കട്ടപ്പന ഫൊറോനയുടെ ആഭിമുഖ്യത്തിൽ ഒരു 12 മണിക്കൂർ ഉപവാസ സമരം ചെയ്യുകയാണ്. യുവജനങ്ങളാണ് ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുന്നത്. രാവിലെ 8 മണി മുതൽ വൈകുന്നേരം രാത്രി 8 മണി വരെയായിരിക്കും സമരം നടത്തുന്നത്. ഇതിന് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ സകല എല്ലാ മത നേതാക്കളും, സാമൂഹ്യ നേതാക്കളും, രാഷ്ട്രീയ നേതാക്കളും ഒക്കെ ഞങ്ങൾ ക്ഷണിച്ചിട്ടുണ്ട്. അവരെല്ലാം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. ഈ വരുന്ന വ്യാഴാഴ്ച രാവിലെ 8-ന് ഇത് ആരംഭിക്കും. ഗാന്ധി സ്ക്വയറിൽ പുഷ്പാർച്ചനയോടുകൂടിയായിരിക്കും ഇത് ആരംഭിക്കുന്നത്. വൈകുന്നേരം 5 മണിക്ക് ഒരു പൊതു സമ്മേളനം, ഇതിൻ്റെ ഒരു സമാപന സമ്മേളനം ഉണ്ടായിരിക്കും. അതിന് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നത് മുൻ MLA ആയ PC ജോർജ് സാറാണ്. സമാപന സമ്മേളനത്തിന് ശേഷം ടൗണിലൂടെ റാലിയും നടക്കും. വാർത്താ സമ്മേളനത്തിൽ SMYM ഫെറോന ഡയറക്ടർ ഫാദർ നോബി വെള്ളാപ്പള്ളി, കട്ടപ്പന ഫെറോന പ്രസിഡന്റ് അലൻ S പുലിക്കുന്നേൽ, വൈസ് പ്രസിഡന്റ് ടെസ വിനോദ്, ഡെപ്യൂട്ടി പ്രസിഡന്റ് അലൻറ്റുമോൻ റോയി, സെക്രട്ടറി എലിസബത്ത് തോമസ്, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ അർപ്പിത സൂസൻ ടോം, ചെറിയാൻ വട്ടക്കുന്നേൽ എന്നിവർ പങ്കെടുത്തു. അയ്യപ്പൻകോവിൽ ആലടി കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ രൂപരേഖയിൽ മാറ്റം വരുത്താൻ തീരുമാനം. ഇതോടൊപ്പം ഏതാനും ആഴ്ചകൾക്കുള്ളിൽ പുതിയ കെട്ടിടത്തിന്റെ പണികൾ ആരംഭിക്കാൻ കഴിയുമെന്നാണ് അധികൃതരുടെ വിലയിരുത്തൽ. തോട്ടം മേഖലയിൽ ഉൾപ്പെടെയുള്ളവർ ആശ്രയിക്കുന്ന പ്രധാന ആശുപത്രികളിലൊന്നാണ് ആലടി കുടുംബാരോഗ്യ കേന്ദ്രം.
ആശുപത്രിയെ കുടുംബാരോഗ്യ കേന്ദ്രമായി ഉയർത്തിയതിനു ശേഷം ആർദ്രം പദ്ധതിയിൽ ഉൾപ്പെടുത്തി 5 കോടി രൂപയുടെ കെട്ടിട നിർമ്മാണത്തിന് അനുമതി ലഭിച്ചിരുന്നു. ആശുപത്രിക്കായി നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിന്റെ രൂപരേഖയിലാണ് മാറ്റങ്ങൾ വരുത്തുന്നതിനു വേണ്ടി ആശുപത്രി വികസന സമിതി തീരുമാനമെടുത്തിരിക്കുന്നത്. ഇതിന്റെ രൂപകൽപ്പന നിർവഹിച്ച പൊതുമരാമത്ത് വകുപ്പിനെ അറിയിച്ച് ആവശ്യമായ മാറ്റങ്ങൾ വരുത്തിയതിനു ശേഷം നിർമ്മാണം ആരംഭിക്കുന്ന നടപടികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നതെന്ന് അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൾ ജോൺസൺ പറഞ്ഞു. നമ്മുടെ ആലടി PHC FHC ആക്കുന്നതിന് വേണ്ടിയിട്ട് 2021-22 ബഡ്ജറ്റിൽ 5 കോടി രൂപ അനുവദിച്ചിരുന്നതാണ്. പിന്നെ സ്ഥലം നമുക്ക് നിലവിൽ നമ്മുടെ ആസ്തിയിൽ ഉൾപ്പെടുത്തുന്നതിനോ അല്ലെ അതിലൊരു കെട്ടിടം പണിയുന്നതിനുള്ള പെർമിഷൻ നമുക്ക് ലഭിച്ചിരുന്നില്ല. അതിനാൽ നമ്മൾ കളക്ടറെ പഞ്ചായത്ത് കമ്മിറ്റിയുടെ തീരുമാനമെടുത്ത് നൽകുകയും നമുക്ക് അവിടെ ആശുപത്രി കെട്ടിട നിർമ്മാണം നടത്തുന്നതിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ പെർമിഷൻ നൽകുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ സോയിൽ ടെസ്റ്റും മറ്റ് എല്ലാ സാങ്കേതികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുകയും ആർട്ടിടെക് തിരുവനന്തപുരത്ത് നിന്നും നമുക്ക് ഇത് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞ ദിവസം PWD ഓഫീസിൽ എത്തിക്കുകയും അത് ആശുപത്രിയിൽ കൊണ്ടുവരികയും അതിൻ്റെ അകത്ത് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുന്നതിനുണ്ടെങ്കിൽ അത് പരിശോധിച്ചതിന് ശേഷം അവിടെ റിപ്പോർട്ടാക്കി കൊടുക്കാൻ നിയമ ഓഫീസ് റിപ്പോർട്ടാക്കി കൊടുക്കാൻ നമ്മളോട് ആവശ്യപ്പെടുകയും ചെയ്തു. അതിന് പ്രകാരം അടിയന്തരമായിട്ട് നമ്മുടെ HMC കൂടുകയും അതിൻ്റെ ഡിസൈനിൽ എന്തെങ്കിലും ചെറിയ മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ. ഒരുപാട് സ്ട്രക്ചറിലൊന്നും മാറ്റങ്ങളില്ല. ആ രീതിയിൽ തന്നെ ആശുപത്രി കെട്ടിട നിർമ്മാണം നടത്തുന്നതിനും അതോടൊപ്പം തന്നെ ഫ്രണ്ട് കെട്ടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് MLA കണ്ട് അതിനുവേണ്ട സഹായം ചെയ്യണമെന്ന് നമ്മൾ അഭ്യർത്ഥിക്കുകയുണ്ടായി. അത് വേണ്ട വിധത്തിൽ ചെയ്തു തരാമെന്ന് MLA നമ്മളോട് പറയുകയും ചെയ്തിട്ടുള്ളതാണ്. ഇതോടൊപ്പം ആശുപത്രിയുടെ മുൻവശത്ത് സംരക്ഷണ ഭിത്തി നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഫണ്ട് കണ്ടെത്തുന്നതിനു വേണ്ടി പഞ്ചായത്ത് ഭരണസമിതി MLA വാഴൂർ സോമനെ സമീപിച്ചിട്ടുണ്ട്. കൂടാതെ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ പുതിയ കെട്ടിടത്തിന്റെ പണികൾ ആരംഭിക്കാനാകുമെന്നാണ് അധികൃതരുടെ പ്രതീക്ഷ. അയ്യപ്പൻകോവിൽ ഹരിതീർത്ഥപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ശാന്തിയെ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് വിവിധ ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിൽ മാട്ടുക്കട്ടയിൽ പ്രതിഷേധ പ്രകടനവും യോഗവും നടന്നു. ഹിന്ദു ഐക്യവേദി ജില്ലാ പ്രസിഡന്റ് TK രാജു ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ ഞായറാഴ്ച വൈകിട്ടാണ് അയ്യപ്പൻകോവിൽ ഹരിതീർത്ഥപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ശാന്തിയായ അനിൽകുമാറിനെ 2 അംഗ സംഘം മർദ്ദിച്ചത്. ഇതിൽ പ്രതിഷേധിച്ചാണ് വിവിധ ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിൽ മാട്ടുക്കട്ടയിൽ പ്രതിഷേധ യോഗവും പ്രകടനവും നടത്തിയത്. കുറ്റവാളികളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് ഹിന്ദു ഐക്യവേദി ജില്ലാ പ്രസിഡന്റ് TK രാജു ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു. ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ മേൽശാന്തി, അദ്ദേഹം മേൽശാന്തി മാത്രമല്ല, RSSന്റെ മുൻ മണ്ഡൽ കാര്യവാഹ് കൂടിയാണ്. അത്തരത്തിലൊരു വ്യക്തിയെ, ഒരു ക്ഷേത്രത്തിൻ്റെ പുരോഹിതനെ യാതൊരു തത്വദീക്ഷയുമില്ലാതെ ഇവിടെ കൊണ്ടുവന്ന് ഒതുക്കത്തിൽ വിളിച്ചിറക്കി കൊല്ലാൻ ശ്രമിക്കുകയാണ് യഥാർത്ഥത്തിലുണ്ടായത്. സോഡാക്കുപ്പിയോ അതുപോലെ മറ്റെന്തോ വെച്ച് തലയ്ക്കടിച്ച് വധിക്കാനാണ് ശ്രമിച്ചത്. ഇത് ഒരു ഹൈന്ദവ പുരോഹിതനെതിരെയുള്ള മർഡർ അറ്റംപ്റ്റാണ്, കൊലപാതക ശ്രമമാണ്. ഇതിനെതിരെ ഈ കേസ് നിങ്ങളെ എല്ലാവരെയും സാക്ഷി നിർത്തി പറയട്ടെ, ഹിന്ദു ഐക്യവേദി ഏറ്റെടുക്കുകയാണ്. ഇതിൽ ശക്തമായ പ്രതിഷേധം ഈ വ്യക്തിക്കെതിരെ, ഈ 2 വ്യക്തികൾക്കെതിരെ കേസെടുത്ത് തലയ്ക്കാണ് മുറിവേറ്റിരിക്കുന്നത്. വധശ്രമത്തിനാണ് കേസെടുക്കേണ്ടത്. ജാമ്യമില്ലാ വകുപ്പിട്ട് കേസെടുക്കണം. പരിപാടിയിൽ ഹരിതീർത്ഥപുരം ക്ഷേത്രം പ്രസിഡന്റ് PN വിനോദ്, KA ഷാജി, സജിൻ K നായർ, OS ബിനു തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി പ്രവർത്തകരും പ്രതിഷേധത്തിൽ പങ്കെടുത്തു. ദക്ഷിണ കേരള ലജ്നത്തുൽ മുഅല്ലമീൻ പെരിയാർ മേഖലയുടെ നേതൃത്വത്തിൽ വിവിധ വിഷയങ്ങളെക്കുറിച്ച് ആധുനിക ഇസ്ലാമിക കർമ്മശാസ്ത്ര പഠന ക്ലാസ് സംഘടിപ്പിച്ചു. വണ്ടിപ്പെരിയാർ ജമാഅത്ത് ഹാളിൽ നടന്ന പരിപാടിയിൽ പോരുവഴി തർബിയ ഇസ്ലാമിക് അക്കാദമി പ്രസിഡന്റ് ഉസ്താദ് സലിം ഹസൻ കാഞ്ഞാർ പഠന ക്ലാസ് നയിച്ചു. അവയവദാനം, ആരോഗ്യ ഇൻഷുറൻസ്, OT ചിട്ടികൾ, പുരുഷന്മാരുടെ വെള്ള വസ്ത്രധാരണം, LIC, EMI എന്നീ വിഷയങ്ങളെക്കുറിച്ച് ഇസ്ലാമിൻ്റെ ആധികാരിക ഗ്രന്ഥങ്ങൾ എന്തു പറയുന്നു എന്നറിയുവാൻ ഓരോ ഇസ്ലാം മത വിശ്വാസിക്കും നിർബന്ധമുണ്ട്. ഇതിനായാണ് ദക്ഷിണ കേരള ലജ്നത്തുൽ മുഅല്ലിമീൻ പെരിയാർ മേഖലയുടെ നേതൃത്വത്തിൽ ആനുകാലിക ഇസ്ലാമിക കർമ്മശാസ്ത്ര പഠന ക്ലാസ് സംഘടിപ്പിച്ചത്. വണ്ടിപ്പെരിയാർ ജമാഅത്ത് ഹാളിൽ നടന്ന പഠന ക്ലാസിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ദക്ഷിണ കേരള ലജ്നത്തുൽ മുഅല്ലിമീൻ പെരിയാർ മേഖലാ പ്രസിഡന്റ് മുജീബ് മൗലവി ഫലാഹി അധ്യക്ഷനായിരുന്നു. ജമാഅത്ത് ഫെഡറേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഹാജി A അബ്ദുൾ സലാം മൗലവി പഠന ക്ലാസ് ഉദ്ഘാടനം ചെയ്തു. അല്ലെങ്കിൽ ഓഫ്ലൈൻ വഴിയായി തവണകളായി നമുക്ക് വസ്തുവകകൾ വാങ്ങാൻ സാധിക്കുന്ന EMI എന്ന് പറയുന്ന സംവിധാനത്തിലൂടെ സാധനങ്ങൾ വാങ്ങാൻ കഴിയുന്ന ഒരു സംവിധാനം. ഇതിനെ സംബന്ധിച്ച് ആധുനിക പണ്ഡിതന്മാരും മുൻഗാമികളായ പണ്ഡിതന്മാരും ഒക്കെ അവരുടെ ഗ്രന്ഥങ്ങളിൽ ഇതേ വിധത്തിലല്ല എങ്കിൽ പോലും
ഇത്തരം മസായിലുകളെ സങ്കല്പിച്ചുകൊണ്ട് ഇങ്ങനെയൊക്കെ ഒരു കാലഘട്ടത്തിൽ കാര്യങ്ങൾ എത്തിച്ചേർന്നാൽ അതിന് ഏത് വിധത്തിലാണ് അതിന്റെ അനുവാദമില്ലായ്മയെ പരിഗണിക്കേണ്ടത് എന്ന് കൃത്യമായി പഠനം നടത്തിയിട്ടുള്ളതായി നമുക്ക് കാണാൻ സാധിക്കും. തുടർന്ന് പോരുവഴി തെർബിയ ഇസ്ലാമിക് അക്കാദമി പ്രസിഡന്റ് ഉസ്താദ് സലീം ഹസനി കാഞ്ഞാർ ആധുനിക ഇസ്ലാമിക കർമ്മശാസ്ത്ര പഠന ക്ലാസ് നയിച്ചു. വണ്ടിപ്പെരിയാർ ജമാഅത്ത് പ്രസിഡന്റ് TH തമ്പി റാവുത്തർ, സെക്രട്ടറി VM നൌഷാദ് വാരിക്കാട്, കബീർ താന്നിമുട്ടിൽ, ലജ്നത്തുൽ അലിമീൻ സംസ്ഥാന സെക്രട്ടറി മുജീദിൻ മൗലവി, പീരുമേട് താലൂക്ക് പ്രസിഡന്റ് സലാം മൗലവി, വണ്ടിപ്പെരിയാർ ഇമാം അനസ് മൗലവി തുടങ്ങിയവർ സംസാരിച്ചു. പീരുമേട്ടിലെ 16 ജമാഅത്തുകളിൽ നിന്നുമുള്ള പ്രതിനിധികൾ പഠന ക്ലാസ്സിൽ പങ്കെടുത്തു. യാക്കോബായ സുറിയാനി ക്രിസ്ത്യാനി സഭയുടെ ഇടുക്കി ജില്ലാതല സൺഡേ സ്കൂൾ കലോത്സവം കട്ടപ്പനയിൽ നടന്നു. കത്തിപ്പാർത്തനം സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി ദേവാലയം 1ാം സ്ഥാനം കരസ്ഥമാക്കി. കുട്ടികളുടെ ആത്മീയവും ഭൗതികവുമായ കഴിവുകൾ പ്രകടിപ്പിക്കുന്നതിനായാണ് സൺഡേ സ്കൂൾ കലോത്സവം സംഘടിപ്പിക്കുന്നത്. കട്ടപ്പന സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി ദേവാലയത്തിൽ നടന്ന മത്സരങ്ങളിൽ 8 ദേവാലയങ്ങളിലെ സൺഡേ സ്കൂൾ കുട്ടികൾ പങ്കെടുത്തു. പ്രസംഗം, സംഗീതം, ആരാധനാഗീതം, വേദവാക്യം, തങ്കവാക്യം, പൊതുവിജ്ഞാനം എന്നീ ഇനങ്ങളിലാണ് മത്സരം നടന്നത്. സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ, സൂപ്പർ സീനിയർ എന്നീ വിഭാഗങ്ങളിലാണ് കുട്ടികൾ മത്സരത്തിൽ പങ്കെടുത്തത്. മത്സരത്തിൽ വിജയികളായവർക്ക് ഭദ്രാസന തലത്തിൽ പങ്കെടുക്കാൻ അവസരം ലഭിക്കും. യാക്കോബായ സുറിയാനി ക്രിസ്ത്യാനി സഭയിലെ സൺഡേ സ്കൂൾ കുട്ടികളുടെ ആത്മീയവും ബൗദ്ധികവുമായ കാര്യങ്ങൾ പ്രകടിപ്പിക്കുന്നതിന് വേണ്ടി സഭ ഒരുക്കിയിരിക്കുന്ന ഒരു വലിയ വേദിയാണ് സൺഡേ സ്കൂൾ കലാമത്സരങ്ങൾ. പ്രസംഗം, സംഗീതം, ആരാധനാഗീതം, തങ്കവാക്യം, വേദവാക്യം, പൊതുവിജ്ഞാനം എന്നീ ഇനങ്ങളിൽ ധാരാളം മത്സര ഇനങ്ങളാണ് സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ, സൂപ്പർ സീനിയർ വിഭാഗങ്ങളിലായിട്ട് ക്രമീകരിച്ചിരിക്കുക. ഇതിൻ്റെ സെൻട്രൽ സ്കൂൾ തല മത്സരങ്ങൾ ഓൾറെഡി കഴിഞ്ഞു. ഇപ്പോൾ ഡിസ്ട്രിക്ട് തല മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. പിന്നീട് ഇത് ഭദ്രാസന മത്സരങ്ങളിലേക്ക് വരും. അവിടെ നിന്ന് വിജയികളാകുന്ന കുട്ടികളെ അഖില മലങ്കരയിലെ പുത്തൻകുരിശ് വെച്ച് നടക്കുന്ന അഖില MJSSയുടെ കേന്ദ്ര ഓഫീസ് വെച്ച് നടക്കുന്ന അഖില മലങ്കര മത്സരത്തിൽ അവർ പങ്കെടുക്കും. അവിടെ നിന്നാണ് ഓവറോൾ വിജയികളെ കണ്ടെത്തുക. കത്തിപ്പാർത്തനം സെന്റ് ജോർജ് യാക്കോബായ ദേവാലയം 1ാം സ്ഥാനവും കട്ടപ്പന സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി ദേവാലയം 2ാം സ്ഥാനവും കരസ്ഥമാക്കി. കലോത്സവത്തിന്റെ ഭാഗമായി സൺഡേ സ്കൂൾ അധ്യാപകർക്കായി ക്വിസ് മത്സരവും നടന്നു. MJSS വൈസ് പ്രസിഡന്റ് ഫാദർ ജെയിംസ് കുര്യൻ, MJSS ഇടുക്കി ഭദ്രാസന വൈസ് പ്രസിഡന്റ് ഫാദർ ബിന്നു ജോർജ് തോമസ്, കട്ടപ്പന സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി ഇടവക വികാരി ഫാദർ ബിനോയ് കുന്നത്ത്, കത്തിപ്പാർത്തനം ദേവാലയ വികാരി ഫാദർ സജോ പി മാത്യു തുടങ്ങിയവർ നേതൃത്വം നൽകി. കേരള സർക്കാർ പൊതുവിദ്യാഭ്യാസ വകുപ്പ് സമഗ്ര ശിക്ഷ കേരളം BRC കട്ടപ്പനയുടെ നേതൃത്വത്തിൽ ഹെൽപ്പിംഗ് ഹാൻഡ് പഠന പരിപോഷണ പരിപാടിക്ക് തുടക്കം കുറിച്ചു. നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഐബിമോൾ രാജൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സബ് ജില്ലാ പരിധിയിലെ പൊതുവിദ്യാലയങ്ങളിലെ UP, HS, HSS വിഭാഗങ്ങളിൽ നിന്നും അക്കാദമിക പുരോഗതി ഉറപ്പുവരുത്തുന്ന 1 വർഷം നീണ്ടു നിൽക്കുന്ന പ്രവർത്തന പദ്ധതിയുടെ അവതരണം ശില്പശാലയുടെ ഭാഗമായി നടന്നു. കട്ടപ്പന നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഐബിമോൾ രാജൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ നമുക്കറിയാം എല്ലാ കുട്ടികൾക്കും ഒരുപോലെയുള്ള കഴിവുകളായിരിക്കും. അവരുടെ കഴിവുകൾ അതുപോലെ മാത്സ്, ഇംഗ്ലീഷ്, ഇപ്പൊ സാറ് പറഞ്ഞാൽ തന്നെ മാത്സ്, ഇംഗ്ലീഷ്, അതുപോലെ മലയാളം പോലും എഴുതാൻ അറിയത്തില്ലാത്ത കുട്ടികളുണ്ട് നമുക്ക് പഠിച്ചിരുന്ന കുട്ടികൾ. അങ്ങനെയുള്ള കുട്ടികളെ കണ്ടെത്തി അവർക്ക് വേണ്ടുന്ന പിന്തുണ കൊടുത്തുകൊണ്ട് അവരെ സമൂഹത്തിൽ മുന്നിലേക്ക് കൊണ്ടുവരാനായിട്ട് ഓരോ അധ്യാപകരും തയ്യാറാവണം എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഈ അക്കാദമിക നിലവാരം ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ട വിവിധങ്ങളായിട്ടുള്ള പദ്ധതികളാണ് പൊതുവിദ്യാലയങ്ങളിൽ നടപ്പിലാക്കുന്നത്. നഗരസഭാ കൗൺസിലർ ധന്യ അനിൽ, BRC ബ്ലോക്ക് പ്രോഗ്രാം കോർഡിനേറ്റർ ഷാജിമോൻ KR, കട്ടപ്പന ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ മിനി ഐസക്, തങ്കരാജ്, ജോർജ് സേവിയർ, വിനീത് PC, ജോത്സന TP തുടങ്ങിയവർ സംസാരിച്ചു.
കാഞ്ചാർ ലബക്കട JP ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ 2022-2024 ബാച്ചിലെ MSc കമ്പ്യൂട്ടർ സയൻസ്, MA ഇംഗ്ലീഷ്, MCom, MSW വിദ്യാർത്ഥികളുടെ ബിരുദദാന ചടങ്ങ് നടന്നു. CST സഭാ സുപ്പീരിയർ ഫാദർ ജിജോ ഇണ്ടിപ്പറമ്പിൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ജീവിതത്തിലുടനീളം വിദ്യാഭ്യാസം തുടരണമെന്നും നമ്മൾ വളരുന്നതിനോടൊപ്പം സമൂഹത്തെയും സഹജീവികളെയും ജീവിത വിജയത്തിലേക്ക് കൈപിടിച്ച് ഉയർത്തുകയുമാണ് നമ്മുടെ കർത്തവ്യമെന്ന് ഫാദർ ജിജോ ഇണ്ടിപ്പറമ്പിൽ പറഞ്ഞു. encouragement and perspective throughout your life. So ഈ ഒരു കാര്യം എപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. നല്ല ഫ്രണ്ട്ഷിപ്പ് അത് സൂക്ഷിക്കുവാനും അത് വളർത്തുവാനും അത് നിങ്ങളുടെ ജീവിതത്തിന് മുതൽക്കൂട്ടാക്കി മാറ്റുവാനുമായിട്ട് നിങ്ങൾ പരിശ്രമിക്കുക എന്നുള്ളതാണ്. അത് എപ്പോഴും നിങ്ങൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ ലോകം മുഴുവൻ മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് നമുക്കറിയാം അല്ലെ. ഇന്ന് നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞിട്ടുണ്ട് ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്നത്. ഇത് അതിനൊരു വലിയ ഗ്യാപ്പ് ഉണ്ടായിരുന്നു, ശരിക്കും ഗ്യാപ്പ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്നത് ഷോർട്ട് പീരീഡ് ഓഫ് ടൈം, ഷോർട്ട് സ്പാൻ ഓഫ് ടൈം ആണ്. കാരണം ഒരു 2 വർഷം അല്ലെങ്കിൽ 1 വർഷത്തിനുള്ളിൽ വരുന്ന മാറ്റങ്ങൾ നമുക്കറിയാം. ഇന്നത്തെ പേരൻസും ഇന്നത്തെ ചിൽഡ്രനും തമ്മിലുള്ള ഒരു ഗ്യാപ്പ് മാത്രമല്ല, നിങ്ങളും നിങ്ങളുടെ ഫോളോവേഴ്സ് ആയിട്ട് നിങ്ങളുടെ യങ്സ്റ്റേഴ്സ്. തുടർന്ന് സർട്ടിഫിക്കറ്റുകളുടെ വിതരണം നടന്നു. കോളേജ് മാനേജർ ഫാദർ ജോൺസൺ മുണ്ടിയത്ത് CST അധ്യക്ഷനായിരുന്നു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജോൺസൺ വി, JPM BEd കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ റോണി S. റോബർട്ട്, വൈസ് പ്രിൻസിപ്പൽ ഫാദർ പ്രിൻസ് തോമസ് CST, കോളേജ് ബർസാർ ഫാദർ ചാൾസ് തോപ്പിൽ, PTA സെക്രട്ടറി ഫ്രാൻസിസ് മാത്യു, കമ്പ്യൂട്ടർ സയൻസ് വിഭാഗം മേധാവി സോബിൻ മാത്യു എന്നിവർ സംസാരിച്ചു. ഇംഗ്ലീഷ് വിഭാഗം മേധാവി അഖിൽ ജോസ് വിദ്യാർത്ഥികൾക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. സോഷ്യൽ വർക്ക് വിഭാഗം മേധാവി രേഷ്മ എലിസബത്ത് ചൊറിയാൻ, കൊമേഴ്സ് വിഭാഗം മേധാവി സജീവ് തോമസ് എന്നിവർ കോൺവക്കേഷൻ വാക്കിന് നേതൃത്വം നൽകി. വിദ്യാർത്ഥി പ്രതിനിധി അഖില മരിയ ജോഷി, സ്റ്റാഫ് കോർഡിനേറ്റർ സെബാസ്റ്റ്യൻ അനു എന്നിവർ നേതൃത്വം നൽകി. കാഞ്ചാർ സ്വരാജ് സൈൻ പബ്ലിക് സ്കൂളിൽ സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികളുടെ പ്രച്ഛന്നവേഷ മത്സരമാണ് ആഘോഷ ദിനത്തിൽ ശ്രദ്ധേയമായത്. വിവിധ പരിപാടികളോടെയാണ് സ്കൂളിൽ സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്ക് തുടക്കമായത്. സ്കൂൾ ചെയർമാൻ ഫാദർ ഡോക്ടർ ഇമ്മാനുവൽ കിഴക്കേത്തലയ്ക്കൽ, പ്രിൻസിപ്പൽ ഫാദർ റോണി ജോസ് എന്നിവർ നേതൃത്വം നൽകി. സഹോദരങ്ങളാണെന്നും ഐക്യമുള്ള സഹോദരങ്ങളാണെന്നും സ്നേഹമുള്ള സഹോദരങ്ങളാണെന്നും നമ്മളൊന്നിച്ചൊരു രാജ്യമായിരിക്കുക വളരെ നല്ലൊരു അനുഭവമാണല്ലോ, വലിയ ഐക്യത്തിന്റെ ശക്തിയുടെ അനുഭവമാണെന്ന് നമുക്ക് തോന്നുന്ന ദിവസങ്ങളിലാണ് നമ്മൾ ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുക. വയനാട് ദുരന്തത്തിന്റെ 13 ദിവസങ്ങൾ കടന്നു പോകുമ്പോൾ നമുക്കറിയാം ആ വയനാട്ടിലുള്ള ജനങ്ങളോട് ചേർന്ന് നിൽക്കാൻ ജീവൻ നഷ്ടപ്പെട്ടതും ജീവിതോപാധികൾ നഷ്ടപ്പെട്ടതുമായ അവരുടെ വ്യഞ്ജനങ്ങളോട് ചേർന്ന് നിൽക്കാൻ കഴിയുന്ന കേരളത്തിന്റെ മക്കൾ എല്ലാവരും ഒന്നിച്ച് ഒരേ മനസ്സോടെ ഒരാത്മാവോടെ ഒരു ശക്തിയാണ് എന്ന് തെളിയിക്കുന്ന ദിവസങ്ങളാണ്. ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട് സന്ദർശിക്കുകയും ആഘോഷ പരിപാടികളോടനുബന്ധിച്ച് നടന്ന പ്രച്ഛന്നവേഷ മത്സരം ഏറെ ശ്രദ്ധേയമായി. നൂറിലധികം കൊച്ചുകുട്ടികൾ പ്രച്ഛന്നവേഷത്തിൽ അരങ്ങിലെത്തി. ഗാന്ധിജി, നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ്, ഝാൻസി റാണി തുടങ്ങിയ ധീരയോദ്ധാക്കളുടെ ജീവിതവും ത്യാഗവും അനുസ്മരിച്ചാണ് പ്രച്ഛന്നവേഷ മത്സരം സംഘടിപ്പിച്ചത്. മാതാപിതാക്കൾ, അധ്യാപകർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. കാഞ്ചാർ മുരിക്കാട്ടുകുടി സ്കൂളിൽ ഫുട്ബോൾ പരിശീലനത്തിന് തുടക്കമായി. വിദ്യാർത്ഥികളെ മികച്ച കായികക്ഷമത ഉള്ളവരാക്കി മാറ്റുക എന്ന ഉദ്ദേശത്തോടെയാണ് ഫുട്ബോൾ പരിശീലന ക്ലാസുകൾ ആരംഭിച്ചത്.
ഓരോ മേഖലയ്ക്കും പ്രത്യേകം അധ്യാപകരെ നിയമിച്ച് മികച്ച രീതിയിലുള്ള പരിശീലനമാണ് ഉറപ്പാക്കിയിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ഫുട്ബോൾ പരിശീലനവും ആരംഭിച്ചു. ഫുട്ബോൾ പരിശീലനത്തിന് വേണ്ടി 2 കോച്ചുകളെയാണ് സ്കൂളിൽ നിയമിച്ചിരിക്കുന്നത്. മികച്ച രീതിയിലുള്ള പ്രകടനമാണ് ഓരോ വിദ്യാർത്ഥികളും കാഴ്ചവെക്കുന്നതെന്നും മികച്ച പരിശീലനം ലഭിച്ചാൽ സ്കൂളിന്റെ കായിക മേഖലയ്ക്ക് മികച്ച നേട്ടം നേടാൻ കഴിയുമെന്നും ഫുട്ബോൾ പരിശീലകനായ ആൽവിൻ റജി പറയുന്നു. ഓക്കെ, ഞങ്ങൾ ടീച്ചേഴ്സ് മുരിക്കാട്ടിയുടെ സ്കൂളിന്റെ കളിക്കാരാണ് എല്ലാവരും. ഞങ്ങൾക്ക് എല്ലാ ദിവസവും ഇവിടെ ക്യാമ്പുണ്ട്. ക്യാമ്പിൽ ഞങ്ങൾ വരുന്നു. ഈ കുട്ടികൾ നന്നായി കളിക്കുന്നുണ്ട്. ഇവര് 18-19 വയസ്സാകുമ്പോഴും ഏറ്റവും ബെസ്റ്റ് പ്ലേയേഴ്സ് ആവാൻ വേണ്ടിയിട്ടാണ് പ്രാക്ടീസ് കൊടുക്കുന്നത്. അല്ല അത് കളിച്ച് 5s 7s അങ്ങനെ കളിച്ച് പോവാതെ പ്രൊഫഷണൽ ഇന്ത്യൻ ടീമിൽ വരെ കയറാനും ആയിട്ടുള്ള പ്രാക്ടീസാണ് ഇവിടെ കൊടുക്കുന്നത്. അത് ഞാനും സുധിൻ എന്ന് പറഞ്ഞ സെക്കൻഡ് കോച്ചും ചെയ്യുന്നു. ഇവിടെ ഈ അവസരം ഒരുക്കി തന്ന ഹൈസ്കൂളിലത്തെ സാറ് ഷിനു സാറ്, ഹയർ സെക്കൻഡറിയിലത്തെ സുരേഷ്, ഹെഡ് മാസ്റ്റർ സുരേഷ് സാറ് ഞങ്ങൾക്ക് ബോളിനാണെങ്കിൽ ബോളും മറ്റുള്ള ഷെയ്ഡ് കോൺസ് അങ്ങനെയുള്ള സൗകര്യങ്ങൾ ഒരുക്കി തന്നു. അവരാണ് ഞങ്ങൾക്ക് ഇതിനു വേണ്ടിയിട്ട് ഇൻഫ്ലുവൻസ് നന്നായിട്ട് ചെയ്തത്, ഞങ്ങൾക്ക് നന്നായി സപ്പോർട്ട് ചെയ്തത്. ഫുട്ബോൾ പരിശീലനത്തിനൊപ്പം ബാഡ്മിന്റൺ, വോളിബോൾ, കബഡി തുടങ്ങിയ മറ്റു കായിക പരിശീലനവും വിദ്യാർത്ഥികൾക്ക് നൽകുന്നുണ്ട്. ഈ വർഷം മുതൽ മുരിക്കാട്ടുടി സ്കൂളിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് സ്പോർട്സ് ഐറ്റംസിൽ ഫുട്ബോള്, ബാഡ്മിൻ്റൺ, കബഡി, വോളിബോൾ അങ്ങനെ എല്ലാ ഇതിനും വേണ്ടിയിട്ട് പ്രത്യേക പരിശീലകരെ വെച്ച് പരിശീലനം നടത്തുന്നുണ്ട്. എല്ലാ ദിവസങ്ങളിലും വൈകുന്നേരങ്ങളിലും പിന്നെ അവധി ദിവസങ്ങളിലും കുട്ടികൾക്ക് കോച്ച് കൃത്യമായ പരിശീലനം കൊടുക്കുന്നു. ഇതിന് നേതൃത്വം നൽകുന്നത് ഇവിടുത്തെ സ്കൂൾ PTA പ്രസിഡന്റ് പ്രിൻസ് മറ്റപ്പള്ളി, അതുപോലെ തന്നെ ഹെഡ് മാസ്റ്റർ ഷിനു മാനുവൽ സാറ്, പ്രിൻസിപ്പളായ സുരേഷ് സാറ്, ഇവരെല്ലാം വളരെയധികം അതിനും കുട്ടികളെ തിരഞ്ഞെടുത്ത് ഇങ്ങനെ പരിശീലനം നൽകുന്നതിനും സാധിച്ചത്. 8, 9, 10, +1, +2 വിഭാഗത്തിലെ 50ഓളം കുട്ടികളാണ് പരിശീലനം നേടുന്നത്. കാഴ്ചയുടെ വിസ്മയം സൃഷ്ടിച്ച് ഇരട്ടിയാർ സെന്റ് തോമസ് സ്കൂളിൽ പുഷ്പമേള സംഘടിപ്പിച്ചു. 200-ലധികം വ്യത്യസ്ത ഇനം പൂക്കളാണ് വിദ്യാർത്ഥികൾ മേളയിൽ തയ്യാറാക്കിയത്. പാഠഭാഗവുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ പുഷ്പമേളയുടെ ഉദ്ഘാടനം ഇടുക്കി രൂപതാ വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കരിവേലിക്കൽ, ഇരട്ടിയാർ കൃഷി ഓഫീസർ ഗോവിന്ദരാജ് M എന്നിവർ ചേർന്ന് നിർവഹിച്ചു. പക്ഷേ ഇത്രയേറെ വിപുലമായ ഒരു കളക്ഷൻ പലപ്പോഴും ഒരു വീട്ടിലുണ്ടാകുന്ന നിർബന്ധമില്ല. ഓരോരുത്തരും ഇഷ്ടമുള്ളതായിരിക്കും വളർത്തുക. പല വീടുകളിൽ വളർന്നത് ഒന്നിച്ച് ഇവിടെ വയ്ക്കുമ്പോൾ മനോഹരമാവുകയാണ്. ഇനിയും നമുക്ക് മനോഹരമാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇതൊരു നൂതന സംരംഭമാണ്, പാഠ്യ അനുബന്ധ പ്രവർത്തനമാണ്, ഓർത്തിരിക്കാൻ പറ്റിയ കാര്യമാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ കടുക് വിതച്ചിട്ടുണ്ട്. അത് മുളച്ച് നമ്മൾ കാത്തിരിക്കുകയാണ്. കടുക് മരം കിട്ടുന്നുണ്ടോ? ഉണ്ടോ? എന്തിനു വലുതാകും? അപ്പൊ കടുക് മരം കാണാനൊക്കെ അവസരം കിട്ടും, കടുക് കാണാൻ അവസരം കിട്ടും. ഇവിടെ നെല്ല് വിത്ത് വിതച്ച് ഞാറ് നട്ട് നെല്ല് കൊയ്യും ഇവിടെ. അതുകൊണ്ട് സാറ് ഇവിടെ പച്ചക്കൃഷിക്ക് വേണ്ടിയിട്ട് ഒത്താശകളൊക്കെ ചെയ്യാമെന്നും വിത്തുകൾ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കൃഷി ചെയ്യാനുള്ള സ്ഥലം പള്ളിയിൽ നിന്ന് തരാമെന്ന് ഞാൻ പറയുകയാണ്. അതുകൊണ്ട് നല്ല പച്ചക്കറിത്തോട്ടം ഉണ്ടാകാൻ നിങ്ങൾ ഉത്സാഹിച്ചാൽ ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇത്രയും ഡിഫറൻസ് ആയിട്ടുള്ള ചെടികളെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുകയും ഇത് മാത്രമല്ലാതെ ഈ ചെടികൾ കൊണ്ട് നമുക്ക് എങ്ങനെയാണ് ഡെക്കറേഷൻ ചെയ്യാൻ പറ്റുന്നത്, ഓരോ ചെടിയും ഓരോ അറേഞ്ച്മെന്റ് എങ്ങനെയാണ് നമ്മൾ അറേഞ്ച് ചെയ്യാൻ പറ്റുന്നത്, അതെല്ലാം നമ്മൾ ഇന്റർനെറ്റായിട്ട് നമ്മൾ മനസ്സിൽ കയറുന്നുണ്ട്. അത് മാത്രമല്ലാതെ ഇതിന് ഓരോ ചെടികൾക്കും ഒരു എക്കണോമിക്കൽ വാല്യൂ ഉണ്ട്. ഇതെല്ലാം ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ് ഈ പുഷ്പമേള നമ്മുടെ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അറേഞ്ച് ചെയ്തിരുന്നത്. 5ാം ക്ലാസ്സിലെ ഡെയ്സി ചെടികൾ, 7ാം ക്ലാസ്സിലെ ഭൂമിക്ക് വേണ്ടി ഒരു ലാവണ്യ ദൃശ്യോത്സവം എന്നീ പാഠഭാഗവുമായി ബന്ധപ്പെട്ട പഠന പ്രവർത്തനത്തിന് 200-ലധികം വ്യത്യസ്ത ഇനം പൂക്കൾ വിദ്യാർത്ഥികൾ തയ്യാറാക്കി. സ്കൂൾ ഹെഡ് മാസ്റ്റർ ജോർജ് കുട്ടി MV, അധ്യാപകരായ അനൂപ് മത്തായി, രഞ്ജിത്ത് PJ, ജോഷി ജോസഫ്, സുനിദാസ്, സിസ്റ്റർ ഡെയ്സി ആന്റണി, റിജിമോൾ തോമസ്, ഷൈലമ്മ ജോസഫ് എന്നിവർ നേതൃത്വം നൽകി. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. കാഴ്ചയുടെ വിരുന്നൊരുക്കി കട്ടപ്പന കല്യാണത്തണ്ടിൽ മെട്ടുക്കുറിഞ്ഞു പൂത്തതോടെ ഇവിടേക്കുള്ള സഞ്ചാരികളുടെ തിരക്കും വർദ്ധിച്ചു. എന്നാൽ പൂക്കൾ വ്യാപകമായി നശിപ്പിക്കുന്നുവെന്നാണ് ഇപ്പോൾ ഉയരുന്ന പരാതി.
കൂടാതെ ചില റിസോർട്ട് ഉടമകൾ അനധികൃതമായി പണം ഈടാക്കി കുറിഞ്ഞിച്ചെടികൾ കാണാൻ അവസരം സൃഷ്ടിക്കുന്നതായും ആരോപണമുണ്ട്. കല്യാണത്തണ്ടിൽ കാഴ്ചയുടെ വിരുന്നൊരുക്കിയാണ് മേട്ടുകുറിഞ്ഞി വിഭാഗത്തിൽപ്പെടുന്ന കുറിഞ്ഞിച്ചെടികൾ പൂവിട്ടിരിക്കുന്നത്. മേഖലയിലെ കുന്നിൻ ചെരുവുകൾക്ക് മനോഹാരിത പകർന്നുകൊണ്ടാണ് കുറിഞ്ഞിച്ചെടികൾ പൂത്തുനിൽക്കുന്നത്. 8 വർഷത്തിന് ശേഷമാണ് കല്യാണത്തണ്ട് മലനിരകളിൽ കുറിഞ്ഞി പൂത്തിരിക്കുന്നത്. ഇതോടെ കുറിഞ്ഞി കാണുവാനായി നിരവധി ആളുകളാണ് ഇവിടേക്ക് എത്തുന്നത്. ഇവിടെ എത്തുന്നവർ റീൽസുകൾ ചിത്രീകരിക്കാനും ഫോട്ടോ എടുക്കാനും ചെടികൾ പറിച്ചു നശിപ്പിക്കുന്നുവെന്ന വ്യാപക പരാതിയാണ് ഇപ്പോൾ ഉയരുന്നത്. അതോടൊപ്പം പല ചെടികളും ചവിട്ടി മെതിച്ച അവസ്ഥയിലാണ്. നീലക്കുറിഞ്ഞിയുടെ മറ്റൊരു വിഭാഗമായ മേട്ടുകുറിഞ്ഞിക്ക് അതിൻ്റെതായ പരിഗണനയും സുരക്ഷയും ലഭിക്കുന്നില്ലെന്നതും പരാതിക്കിടയാക്കുന്നു. അതോടൊപ്പം വാഴവര കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ചില റിസോർട്ടുകൾ അനധികൃതമായി പണപ്പിരിവ് നടത്തി കുറിഞ്ഞിച്ചെടികൾ കാണാൻ അവസരം സൃഷ്ടിക്കുന്നതായും പരാതിയുണ്ട്. കല്യാണത്തണ്ട് മലനിരകളുടെ ഭാഗമായ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് കുറിഞ്ഞിച്ചെടികൾ വ്യാപിച്ചിരിക്കുകയാണ്. ഇത് റിസോർട്ടുകളുടെ സ്ഥലങ്ങളിലേക്കും നീളുന്നു. നിലവിൽ വാർത്താമാധ്യമങ്ങളിലൂടെയും സമൂഹ മാധ്യമങ്ങളിലൂടെയും കല്യാണത്തണ്ടിൽ കുറിഞ്ഞി പൂത്തു നിൽക്കുന്ന കാഴ്ച വൈറലായി കഴിഞ്ഞു. ഇത് മുതലാക്കി സഞ്ചാരികളെ തെറ്റിദ്ധരിപ്പിച്ച് റിസോർട്ടുകളുടെ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിനായിട്ടാണ് ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത്. ഒരാൾക്ക് 50 രൂപയാണ് ഫീസ് ഈടാക്കുന്നത്. നഗരസഭയുടെ യാതൊരുവിധ അനുമതിയും കൂടാതെ നിരവധിയായ ഫ്ലെക്സ് ബോർഡുകളും സ്ഥാപിച്ചിട്ടുണ്ട്. ഈ ദൃശ്യം പുറത്തു കൊണ്ടുവരികയും ഇത് പുറലോകത്തെ അറിയിക്കുകയും ചെയ്ത് കട്ടപ്പനയിലെ പ്രാദേശിക മാധ്യമ പ്രവർത്തകരാണ്. അവരോട് ഈ വാർഡിലെ ജനപ്രതിനിധി എന്നുള്ള നിലയിൽ വലിയ രീതിയിലുള്ള നന്ദി അറിയിക്കുന്നു. കാരണം ഈ കല്യാണത്തണ്ടിൻ്റെ ടൂറിസം, മുളകരമേടിൻ്റെ ടൂറിസം ഒരിക്കൽ കൂടി ജനഹൃദയങ്ങളിലേക്ക് എത്താൻ മാധ്യമങ്ങൾ വഹിച്ച പങ്ക് വളരെ വലുതാണ്. മാത്രമല്ല ഇവിടെ വന്ന് നിൽക്കുമ്പോൾ അറിയാം, ഇവിടുത്തെ ഈ കാറ്റും ഈ നീലക്കുറിഞ്ഞിയുമെല്ലാം ഒരിക്കലും ലഭിക്കാത്ത ഒരു അനുഭൂതി. എന്ത് മാനസിക പ്രശ്നമുണ്ടെങ്കിലും അതിനൊക്കെ ഒരു ആശ്വാസം എന്നുള്ള നിലയിൽ ഇവിടെ വന്ന് 10 മിനിറ്റ് ഇരിക്കാൻ കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയൊരു വിജയമാണ്. അതുകൊണ്ട് തന്നെ ഇത് പുറത്തു കൊണ്ടുവന്ന സ്ഥിതിക്ക് പൊതുജനങ്ങളോടൊരു അഭ്യർത്ഥനയുണ്ട്. യാതൊരു കാരണവശാലും നമ്മൾ കാണുന്ന ദൃശ്യം മറ്റൊരാൾക്ക് കാണാൻ ഒരു അവസരം ഒരുക്കണം. ഇത് നശിപ്പിക്കാൻ പാടില്ല. ഇതിന് മറ്റ് ഏജൻസികളുടെ ഒന്നും സഹായമില്ല. ഇത് പൊതുജനങ്ങളും കട്ടപ്പനയിലെ മാധ്യമ സുഹൃത്തുക്കളും ചേർന്ന് മാത്രം പൊക്കിക്കൊണ്ടുവന്ന ഒരു ടൂറിസമാണ്. അതുകൊണ്ട് തന്നെ അതിനെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം പൊതുജനങ്ങൾ കൂടി ഏറ്റെടുക്കണമെന്ന് ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. നിലവിൽ കല്യാണത്തണ്ട് മലനിരകളുടെ ഭാഗമായ വാഴവര നിർമ്മല സിറ്റിക്ക് സമീപമാണ് കുറിഞ്ഞിച്ചെടികൾ പൂത്തു നിൽക്കുന്നത്. കുറിഞ്ഞികളോടൊപ്പം ഇടുക്കി ജലാശയത്തിന്റെ കാഴ്ച കൂടി ചേരുന്നതോടെയാണ് മേഖലയ്ക്ക് കൂടുതൽ ആകർഷണമുണ്ടാകുന്നത്. നിലവിൽ പൂത്തിരിക്കുന്ന കുറിഞ്ഞിച്ചെടികൾ സംരക്ഷിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നതിനൊപ്പം അനധികൃതമായി ഫീസ് ഈടാക്കുന്ന റിസോർട്ടുകളുടെ പ്രവണതയ്ക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവും ഉയർന്നു വരുന്നുണ്ട്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഇനി കമ്പോള വില നിലവാരം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഇടുക്കി മഹിളാ കാർഡമം പ്രൊഡ്യൂസർ കമ്പനി ഏലക്കാലേല വിവരം. ആകലോട്ട് 154, വിൽപ്പനയ്ക്ക് വന്നത് 29,853, വിൽപ്പന നടന്നത് 29,813, കൂടിയ വില 2,712, ശരാശരി വില 2,233. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 655 രൂപ, ഏലം കൂടിയ വില 2,200, ഏലം ശരാശരി വില 1,800. കാപ്പിപ്പരിപ്പ് 360, ഗ്രാമ്പു 975, കൊക്കോ 80, റബ്ബർ 210. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 6,565 രൂപ, വെള്ളി 88. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. മൂന്നാറിൽ നടന്ന ജില്ലാ ക്ഷീര കർഷക സംഗമത്തിന്റെ ഭാഗമായുള്ള പൊതുസമ്മേളനം മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്തു. പശുക്കളെ വാങ്ങുന്നതിന് കർഷകർക്ക് പലിശയില്ലാതെ ലോൺ ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ സർക്കാർ സ്വീകരിച്ചു വരികയാണെന്ന് മന്ത്രി. ഓണക്കാലത്ത് മദ്യ മയക്കുമരുന്ന് കുറ്റകൃത്യങ്ങൾ തടയാൻ എക്സൈസ് വകുപ്പിന്റെ സ്പെഷ്യൽ ഡ്രൈവ് ബുധനാഴ്ച മുതൽ.
സ്പെഷ്യൽ ഡ്രൈവുമായി ബന്ധപ്പെട്ട് എക്സൈസ് ഡിവിഷൻ ഓഫീസിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമും സജ്ജം. വനംവകുപ്പിന്റെ അനുമതിയില്ലാതെ വൈദ്യുതി വകുപ്പ് ഉദ്യോഗസ്ഥർ സർവേക്കെത്തിയതോടെ ജനപ്രതിനിധിയും സമരസമിതി അംഗങ്ങളും ഉദ്യോഗസ്ഥരും തമ്മിൽ വാക്കുതർക്കം. ഉദ്യോഗസ്ഥർ അയ്യപ്പൻകോവിൽ തൂക്കുപാലത്തിന് സമീപം സർവേക്കെത്തിയത് കട്ടപ്പന പീരുമേട് 110 kV ലൈൻ വലിക്കുന്നതുമായി ബന്ധപ്പെട്ട. വനംവകുപ്പിന്റെ അനുമതി വാങ്ങാതെ സംഘം എത്തിയത് ജനങ്ങളെ കബളിപ്പിക്കാനാണെന്നും ആരോപണം. കാഴ്ചയുടെ വിരുന്നൊരുക്കി കട്ടപ്പന കല്യാണത്തണ്ടിൽ മേട്ടുക്കുറിഞ്ഞു പൂത്തതോടെ ഇവിടേക്കുള്ള സഞ്ചാരികളുടെ തിരക്കും വർദ്ധിച്ചു. എന്നാൽ പൂക്കൾ വ്യാപകമായി നശിപ്പിക്കുന്നതായി പരാതി. കൂടാതെ ചില റിസോർട്ട് ഉടമകൾ അനധികൃതമായി പണം ഈടാക്കി കുറിഞ്ഞിച്ചെടികൾ കാണാൻ അവസരം സൃഷ്ടിക്കുന്നതായും ആരോപണം. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.